എവിടെയെങ്കിലും ഒരു സിനിമാ നടി ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ തള്ളി നിൽക്കുന്ന നിതംബത്തിൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില ഓൺലൈൻ മീഡിയകൾ നടത്തുന്ന പരിപാടികളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്തകൾ ചെയ്യുന്ന ചേച്ചിയാണോ ഈ മാധ്യമ സംസ്കാരത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്, ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് സ്കാൻ ഇത്? ഇങ്ങനെയാണോ വാർത്ത ചെയ്യുന്നത്? നിങ്ങളൊരു ചായക്കപ്പും പിടിച്ചുകൊണ്ട് നിന്ന് വാർത്തകൾ വായിച്ചാൽ, വാർത്തകളും മറ്റു വിവരങ്ങളും പങ്കുവച്ചാൽ ഇവിടെ ആരുടെ നോമ്പാണ് മുറിയുന്നത്? ആരുടെ നോമ്പിനാണ് മങ്ങലേക്കുന്നത്? ഇതെന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികമായ വശങ്ങളൊക്കെ താങ്കൾ മറന്നുപോയോ? അല്ലെങ്കിൽ താങ്കൾ അതൊക്കെ പാടെ അവഗണിക്കുകയാണോ? എനിക്ക് ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ശീതൾ ചേച്ചിയെ ബന്ധപ്പെടുക. മാധ്യമധർമ്മം എന്താണെന്നുള്ളത് നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കുക. താങ്കൾ ഏറ്റവും സീനിയറായ അനുഭവ സമ്പത്തുള്ള വലിയ മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരിക്കാം. പക്ഷേ മാധ്യമധർമ്മം എന്താണെന്നുള്ളത് താങ്കൾക്ക് ഇനിയും അറിയില്ല. അതുകൊണ്ട് താങ്കൾ ശീതൾ ചേച്ചിയെ ബന്ധപ്പെട്ട് മാധ്യമധർമ്മം എങ്ങനെയാണെന്നും ഏത് തരം വാർത്തകളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതെന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. മാധ്യമധർമ്മത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും കൃത്യമായി പാലിച്ച് വാർത്തകൾ ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ ഏക മാധ്യമ പ്രവർത്തക അത് നമ്മുടെ ശീതൾ ചേച്ചി മാത്രമാണ്. ശീതൾ ചേച്ചി, നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ പ്രായത്തിൽ ഇനി ഇതൊക്കെ തലയിൽ കയറുമോ എന്തോ? നമ്മുടെ ചില പ്രമുഖ മാപ്രകളുടെ കോമാളിത്തരങ്ങൾ, അതും വളരെ സീനിയർ ആയിട്ടുള്ള മാപ്രകളുടെ കോമാളിത്തരങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ലെവലിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരാളാണ് ശ്രീകണ്ഠൻ നായർ. 24 ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പെടാപ്പാട് പെടുകയാണ്. എങ്ങനെ ഒന്ന് ചവിട്ടി നിൽക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ചർച്ച, ഒരു സംവാദ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതൊന്നും അല്ലാതെ മോർണിംഗ് ഷോ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു ചായക്കപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് നാട്ടുകാരുടെ കമൻറ്റ് വായിച്ച് അതിന് മറുപടിയൊക്കെ കൊടുത്ത് അതിൽ വാർത്തയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടി. ഇതിലൊക്കെയാണ് അങ്ങേര് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ചർച്ചയായി. ശ്രീകണ്ഠൻ നായർ ഒരു കപ്പും കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആളുകൾ 2-3 പേര് കമൻറ്റ് ചെയ്തു, അത്ര റമദാൻ കാലത്ത്, നോമ്പ് കാലത്ത് ചായക്കപ്പ് ഒന്ന് ഒഴിവാക്കി കൂടെ? അപ്പോൾ ചോദിച്ച ഉടനെ ഞാനതങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇങ്ങേര് പറഞ്ഞു. ഇത്രയും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, ജേർണലിസം കഴിഞ്ഞ മാസം പാസ്സായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവരുടെ ഒരു പക്വതക്കുറവുണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്തതാണെന്ന് പറയാം. ഇങ്ങേർക്ക് വിവരമില്ലേ? ടെലിവിഷനിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു കപ്പ് ഇരുന്നു എന്ന് കരുതി നോമ്പിന് മങ്ങലേൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം കേരളത്തിലുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം നോമ്പെടുക്കുന്നവരാണോ? അവരാരും ചായക്കപ്പ് കണ്ടിട്ടില്ലേ? ചായ കുടിക്കുന്നില്ലേ? വളരെ സെലക്ട് ചെയ്തല്ലേ നിങ്ങൾ കമൻറ്റുകൾ വായിക്കുന്നത്. അതിനിടയ്ക്ക് ഇത്തരം കമൻറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതല്ലേ? അപ്പം മനഃപൂർവ്വം നിങ്ങൾ അതിൽ ചാടി പിടിച്ചു. അതിൽ ചാടി പിടിച്ചത് 2-3 ദിവസം വാർത്തകളിൽ ഇങ്ങനെ ഇടം നേടണം, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം, ഇതൊക്കെ തന്നെയാണ്. ഇത് വെളുപ്പാൻകാലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ എന്താണെന്നറിയില്ല കയ്യിൽ ഒരു കപ്പും കൊണ്ട് നിൽക്കുന്നത്. അതേ ഭയങ്കര വെറുപ്പീരാണ്, മഹാബോറാണ്. അത് ഒഴിവാക്കിയാൽ കൊള്ളാം, പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ കമൻറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വെടലത്തരം കാണിച്ച് വിവരദോഷം കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി ഞങ്ങളിവിടെ 24 ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നടത്തിക്കോളൂ. അപ്പോൾ അതാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ SKN വെടലത്തരവും വിവരദോഷവും ഒക്കെ പറഞ്ഞ് മാധ്യമ രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപ്പാടിലാണ് എന്നാണ് മാധ്യമധർമ്മത്തെക്കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുള്ള, ആ രീതിയിൽ മാത്രം മാധ്യമ പ്രവർത്തനം നടത്തുന്ന ശീതൾ ചേച്ചി പറയുന്നത്. അപ്പോൾ മാധ്യമധർമ്മത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ശീതൾ ചേച്ചിയോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. SKN കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഗുഡ് മോർണിംഗ് എന്ന പേരിൽ ന്യൂസുകൾ വായിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷകരും അദ്ദേഹത്തിനുണ്ട്. പ്രഭാതത്തിൽ വായിക്കുന്ന വാർത്തകളായതുകൊണ്ട് ചൂടുള്ള വാർത്തകൾ എന്ന നിലയിൽ കയ്യിൽ ഒരു ഗ്ലാസ് ചായക്കപ്പുമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അതുകണ്ട് ഏതൊക്കെയോ പ്രേക്ഷകർ, ഞങ്ങളൊക്കെ താങ്കളുടെ വാർത്തകൾ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരാണ്, നോമ്പ് കാലമായതുകൊണ്ട് നോമ്പുമുണ്ട്, അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ട് വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ നോമ്പുകാരായ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്, താങ്കൾ ആ ചായക്കപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം അവർ കമൻറ്റുകളായി ശ്രീകണ്ഠൻ നായരുമായി പങ്കുവച്ചു. അപ്പോൾ സ്വാഭാവികമായും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഉപവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതോ കുടിക്കുന്നതോ അനുചിതമല്ല എന്ന് മനസ്സിലാക്കിയ ശ്രീകണ്ഠൻ നായർ അവരോടൊരു ഐക്യപ്പെടൽ എന്ന നിലയിൽ അവർ പറഞ്ഞ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് വാർത്തകൾ വായിക്കുന്നതിനിടയിലുള്ള ചായ കുടി തൽക്കാലം ഒഴിവാക്കി. ഇത് സംഘികൾ വലിയ വിവാദമാക്കി. ഈ വിഷയം ആദ്യമായി വിവാദമാക്കിയത് നമ്മുടെ മുൻ DGP ആയ TP സെൻകുമാറാണ്. മുമ്പ് അദ്ദേഹം DGP ആയിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം കറകളഞ്ഞ
ഒരു RSSകാരനാണ്, വർഗീയവാദിയാണ്. അയാളുടെ വർഗീയ കുത്തിത്തിരിപ്പ് നിറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് മറ്റ് തീവ്ര ഹിന്ദുത്വവാദികളും ഏറ്റെടുത്തു. ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള സൈബർ അക്രമമാണ് ശ്രീകണ്ഠൻ നായർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഹിന്ദുവായ ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ വായിക്കുന്നതിനിടയിൽ റംസാൻ മാസമായതുകൊണ്ട് ഒരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത ഭീകരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന തരത്തിൽ വലിയ പ്രചരണങ്ങളാണ്, കുപ്രചരണങ്ങളാണ് സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സംഘപരിവാറിൻ്റെ പാളയത്തിൽ നിൽക്കുന്ന ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് സംഘിണി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ശീതളും. അതുകൊണ്ട് ശീതൾ ചേച്ചി, ഒരു വിഭാഗം ആളുകൾ അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവരോട് ഐക്യപ്പെടുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യ നന്മയാണ്, സഹജീവി സ്നേഹമാണ്. അതേ SKN ചെയ്തിട്ടുള്ളൂ. അല്ലാതെ SKN ചായക്കപ്പ് താഴെ വെച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ ചായ കുടിക്കാതിരുന്നത് കൊണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ നോമ്പ് മുറിഞ്ഞു പോകുമെന്നോ അവരുടെ നോമ്പുകൾക്ക് മങ്ങലേക്കുമെന്നോ ആരും പറഞ്ഞിട്ടില്ല. ശ്രീകണ്ഠൻ നായർ ഈ റമദാൻ മാസം മുഴുവനും ചായ ഉപേക്ഷിച്ചു എന്നല്ല അതിനർത്ഥം. പരസ്യം വരുന്ന സമയത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ടൈം കഴിഞ്ഞതിന് ശേഷമൊക്കെ അദ്ദേഹം ഒരുപാട് ചായകൾ കുടിക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ശീതൾ ചേച്ചിക്ക് അറിയാമല്ലോ. ആ കുട്ടികൾക്ക്, അനാഥരായ കുട്ടികൾക്ക് അവർക്ക് കിട്ടാതെ പോകുന്ന വാത്സല്യത്തെക്കുറിച്ചും അവർക്ക് കിട്ടാതെ പോകുന്ന പിതാവിൻ്റെ, മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മാനസികമായി പിരിമുറുക്കങ്ങൾ ആ കുട്ടികൾക്കുണ്ടാവാതിരിക്കാനാണ് അത്തരമൊരു പ്രഖ്യാപനത്തിലൂടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്. അത് ശരിക്കും മനുഷ്യത്വപരമാണ്, അനാഥരായ കുട്ടികളോടുള്ള ഐക്യപ്പെടലാണ്. അതുപോലെയാണ് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഉപവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ ഒഴിവാക്കുന്നത് ഈ പറയപ്പെട്ടതുപോലെയുള്ള ഒരു ഐക്യപ്പെടലാണ്, ഒരു സഹജീവി സ്നേഹം പ്രകടിപ്പിക്കലാണ്. സമാനമായ ഐക്യപ്പെടലുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട്, നടന്നിട്ടുണ്ട്. മുമ്പൊരിക്കലൊരു പെൺകുട്ടി അവൾക്ക് ക്യാൻസർ വന്ന സമയത്ത് അവളുടെ ചികിത്സയുടെ ഭാഗമായി മുടി മുഴുവൻ നീക്കം ചെയ്തപ്പോൾ അവളെ കാണാൻ വന്ന അവളുടെ സുഹൃത്തുക്കൾ മുഴുവൻ പൂർണ്ണമായും അവളെപ്പോലെ തന്നെ മുടി നീക്കം ചെയ്തിട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ, അവളോടുള്ള അവളുടെ സുഹൃത്തുക്കളുടെ ഐക്യപ്പെടൽ കണ്ടപ്പോൾ അവൾക്കുണ്ടായ സന്തോഷവും സംതൃപ്തിയും ചെറുതല്ല. നിങ്ങൾ കൂട്ടുകാരെല്ലാം മുടി നീക്കം ചെയ്തതുകൊണ്ട് അവളുടെ ക്യാൻസർ മാറുമോ എന്നൊരു വങ്കത്തരം അവരോട് ആരും ചോദിച്ചതുമില്ല. അങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം മനോഭാവമുള്ള ശീതൾ ചേച്ചിയെ പോലെ ഒരു ഫ്രണ്ട് അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ ശ്രീകണ്ഠൻ നായർ നാട്ടുകാരുടെ കമൻറ്റുകളൊക്കെ വായിച്ച് വാർത്ത ചെയ്യുന്ന ഈ പരിപാടി മഹാബോറാണെന്നും നിലവാരമില്ലാത്ത പരിപാടിയാണെന്നും ഭയങ്കര വെറുപ്പിക്കലാണെന്നൊക്കെ ചേച്ചി പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓർത്തത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേച്ചിയുടെ ചാനലിൽ വരുന്ന കമൻറ്റുകൾ, വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ച് ഒരു വീഡിയോ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മുത്തുമണികളെ എന്ന് വിളിച്ച് പൊലിപ്പിച്ചുകൊണ്ടും പുന്നാരിച്ചുകൊണ്ടും ഓമനിച്ചുകൊണ്ടുമൊക്കെയാണ് അന്ന് ചേച്ചി ആ വീഡിയോയിൽ സംസാരിച്ചത്. ആ ചേച്ചിയാണോ നാട്ടുകാരുടെ കമൻറ്റ് വായിച്ച് വാർത്തകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് SKN ഇട്ട് ആക്ഷേപിക്കുന്നത്? പിന്നെ മാധ്യമധർമ്മത്തിനെക്കുറിച്ചും ചേച്ചി SKN ക്ലാസ് എടുത്തല്ലോ. എവിടെയെങ്കിലും ഒരു സിനിമാ നടി ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ തള്ളി നിൽക്കുന്ന നിതംബത്തിൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില ഓൺലൈൻ മീഡിയകൾ നടത്തുന്ന പരിപാടികളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്തകൾ ചെയ്യുന്ന ചേച്ചിയാണോ ഈ മാധ്യമ സംസ്കാരത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അതോടൊപ്പം തന്നെ ചില മൂന്നാംകിട യൂട്യൂബർമാർ വഴിയെ പോകുന്ന പെൺകുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് വിവാഹേതര ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ മുഴുവൻ അസഭ്യം നിറഞ്ഞ വാക്കുകളും അശ്ലീല ചുവയുള്ള പദപ്രയോഗങ്ങളും കൊണ്ട് മറുപടി പറയുന്ന അവൾമാരുടെ വീഡിയോ എടുത്തു വെച്ചും ചേച്ചി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമ സംസ്കാരത്തിൻ്റെയും ധാർമ്മികതയുടെയും മതിൽക്കെട്ടിനുള്ളിലെന്നല്ല, ആ പരിസരത്ത് പോലും ചേച്ചി ഇല്ല എന്നുള്ളതാണ് ചേച്ചിയുടെ ചില വീഡിയോസുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമധർമ്മത്തെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്ക് എൻ്റെ സ്നേഹത്തുമ്പിയും മുത്തുമണിയുമായ ശീതൾ ചേച്ചി.